ഈ കഴിഞ്ഞ വർഷം അവസാനം ഒരു പ്രധാനപ്പെട്ട ലൈവ് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു കേരളത്തില്. ഒരു പ്രധാനപ്പെട്ട സംവിധായകനാണ് നടന്നേക്കുന്നത്. അതിനെ കുറിച്ചിട്ട് അയാൾക്ക് കൊടുത്തത് അയാളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവയവം കൊടുത്തത്. ആ സ്ത്രീ അവിടുത്തെ സർവന്റ് ആണ്. അവർ SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ജില്ലാ കമ്മിറ്റി അത് റിജക്ട് ചെയ്തു, കൊടുക്കാൻ പാടില്ല, അതിൽ ഫിനാൻഷ്യൽ ഇടപാട് വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കി. ജില്ലാ കമ്മിറ്റി തള്ളി കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയാണ് ഉത്തരവിടേണ്ടത്. സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിൽ പോവാതെ സെക്രട്ടറി മാത്രം ഒരു ഓർഡർ ഇറക്കി. എന്നിട്ടാണ് അവയവദാനം നടന്നേക്കുന്നത് അവിടെ. അതിന്റെ ഇടയിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടാവോ ഇല്ലയോ സാറിന് അനുമാനിക്കാം? ഞാൻ അനുമാനിക്കുന്നില്ല. കാരണം അനുമാനം അത് തന്നെ ഇല്ലീഗലാണ്. പക്ഷെ നമ്മൾ നമ്മളെ ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ട് എന്നതിന്റെ പേരിൽ ഈ വലിയൊരു പ്രശ്നം മരിച്ചു. ഞാൻ പറയുന്നു 2018 ഒരു മാസം കൊണ്ട് അപ്ഡേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അപ്ഡേറ്റ് ആവുന്നില്ല? ഞാൻ ഒരു രഹസ്യം പറയാം. വക്കീലും ചിലപ്പം ഭാവിയിൽ അവയവം ആവശ്യമായി വരും. അല്ല, അവയവം ആവശ്യമായി വരട്ടെ, പക്ഷെ വന്നാൽ അത് ഈ രീതിയിൽ നമ്മൾ ഇല്ലീഗലി കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. സാറ് പറഞ്ഞ പോലെ സ്കൂളുകളിലും കോളേജുകളിലും പേരൻസിനോടൊപ്പം തന്നെ കുട്ടികളെയും കൂടെ ചേർത്ത് ഒരു ക്യാമ്പയിൻസ് നടക്കുകയാണെങ്കിലും അവരുടെ ബില്ല് ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം ഒരാൾ മരണസമയത്ത് അവരുടെ കുടുംബാംഗങ്ങളുടെ മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സമയത്ത് നമ്മൾ അവയവദാനത്തെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും അത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പൊ നമുക്ക് പറയാനും പറ്റില്ല. അവർ ആ ഒരു രീതിയിൽ ആ സമയത്ത് എടുക്കില്ല. പിന്നെ മതപരമായ മറ്റു കാരണങ്ങൾ കൊണ്ടും ഒത്തിരി പേര് ഇതിലും പിന്മാറുന്നുണ്ട്. ഇത് മുന്നോട്ട് വരുന്നില്ല, മടിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ പോലും പറഞ്ഞേക്കുന്നത് മരണശേഷം ബോഡി മറ്റുള്ളവർക്ക് എന്നുവെച്ചാൽ പഠിക്കാനായിട്ട് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിന് വിട്ടുകൊടുക്കണം എന്നാണ്. അപ്പോൾ അത് കണ്ടുവന്നോടെ നമുക്കും അറിയാം ഇത് എത്രമാത്രം ഇത് പൊതുസമൂഹത്തിൽ നമ്മൾ മരിച്ച ശേഷവും നമ്മുടെ പൊതുസമൂഹത്തിൽ മറ്റുള്ള ആൾക്കാർ നമ്മളിലൂടെ അത് വേറൊരാളിൽ കൂടെ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ഇനി വരുന്ന തലമുറയെ അറിയിക്കേണ്ടത് വളരെ വലിയൊരു കാര്യമാണ്. ഇനി ആരാ രണ്ടുപേരോട് ഒരാള് മോന്റെ ആഗ്രഹപ്രകാരം ഹസ്ബൻഡ് ഓർഗൻസൊക്കെ ഡൊണേറ്റ് ചെയ്തു. ഇനി പുള്ളിയുടെ ഒരു ആഗ്രഹം എപ്പോഴും എന്നോട് പറയാറുള്ള മരണശേഷം ബോഡി കൊടുക്കണം എന്ന് എപ്പോഴും പറയാം. എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു എപ്പോഴും പറയാറുണ്ട്. ഞാൻ നമ്മുടെ അമ്മു മിസ് പറഞ്ഞതേ, ഞാൻ ഈ എൻ്റെ മരണശേഷം എൻ്റെ ബോഡി ദാനം ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് ഞാൻ തിരുവല്ല ബിലിവേഴ്സിലെ മെഡിക്കൽ കോളേജ്, അവിടുത്തെ അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ മേടിച്ച് ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് കൺസെൻറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വലുതായിട്ടൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ മരണശേഷം എൻ്റെ ബോഡി തിരുവല്ല ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുക. ഭാര്യയെ ചുമതലപ്പെടുത്തിയിരിക്കുക. മരണം എപ്പോൾ നടന്നോ അന്നേരം പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം നേരെ തിരുവല്ലയിലേക്ക് കൊണ്ടുപോകും, അവിടുത്തെ മെഡിക്കൽ കോളേജിന് കൊടുക്കും. വൈഫിനെ ടെൻഷൻ ഉണ്ടോ? കരുതി ഇല്ല, ഒരു ടെൻഷനും ഇല്ലല്ലോ. എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫ്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കാം, അതായത് ഇപ്പം ഇങ്ങനെയുള്ള ഈ അവയവദാനത്തെ കുറിച്ചൊക്കെ ഇത് കണ്ടിരിക്കുന്നവർക്ക് ഇനി ഒരുപാട് സംശയങ്ങൾ കാണും. കാര്യം ഓരോ കാര്യങ്ങൾ പറയുന്നവരും സംശയങ്ങൾ കൂടി വരുന്ന ജനസമൂഹത്തിൻ്റെ പേരാണ് മലയാളികളിൽ നിന്ന്. അതുകൊണ്ട് ഇത് തീരാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ ഇമെയിലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അയച്ചാൽ റിപ്ലൈ കൊടുക്കുന്നത് ഏറ്റവും ഉത്തമ മാതൃകയല്ലേ ഈ ദമ്പതികൾ കാണിച്ചിരിക്കുന്നത്. അവര് ജീവിച്ചിരിക്കുക, മകനെ കൊടുത്തു, മരിച്ച ശേഷം എന്റെ ബോഡി കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചിരിക്കുക, ആര് വന്നാലും കണ്ടോളൂ. ഇങ്ങനത്തെ പോലെ സമൂഹമാണ് നമ്മുടെ അടുത്ത് ഉള്ളത്. അവരെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഈ പക്ഷികളെ. ഞാൻ ആലോചിക്കായിരുന്നു, അത്രേ ഉള്ളു. അപ്പൊ ആളുകൾക്ക് ഒരു സംശയം വേണ്ട. മസ്തിഷ്കമരണ അവയവദാനം നിർണയം തന്നെ വളരെ ശാസ്ത്രീയമാണ്. ഓർഗൻ അലൊക്കേഷൻ സുതാര്യമാണ്. ആശുപത്രി വഴി പ്രയോറിറ്റി അനുസരിച്ച് മാത്രമാണ് കൊടുക്കുന്നത്. വേറെ ആർക്കും അത് കൈകടത്താൻ പറ്റില്ല. ലിവിങ് ഡൊണേഷനിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കുന്നത് വൾനറബിലിറ്റി, അത് ചൂഷണം ചെയ്യപ്പെടരുത്. ഒരു സ്ത്രീകളോ ഒരു നേരത്തെ പറഞ്ഞ പോലെ SC/ST അങ്ങനെ ഏത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെയും ചൂഷണം ചെയ്യാതെ സത്യസന്ധമായി അവയവം കൊടുക്കുന്നവരെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയാണ് ലിവിങ് ഡൊണേഷൻ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.